Welcome all. I am Reshma, representing Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about transportation algorithm and the different methods for the calculation of initial basic feasible solution. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ട്രാൻസ്പോർട്ടേഷൻ അൽഗോരിതത്തെ പറ്റിയും കൂടാതെ എന്തായിരുന്നു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സിനെ പറ്റിയായിരുന്നു. എന്തൊക്കെയായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ അൽഗോരിതത്തിനകത്ത് പറഞ്ഞിരുന്നത്? അതായത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് എപ്രകാരം സോൾവ് ചെയ്യാം, ആ സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സിനെ പറ്റിയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അൽഗോരിതം പറഞ്ഞത് അല്ലേ? എന്തായിരുന്നു ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ടേബിളിനെ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. അതിനുശേഷം ആ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ഉപയോഗിച്ച് ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനീഷ്യലായിട്ട് ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന് വേണ്ട 3 മെത്തേഡ്സാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ആൻഡ് തേർഡ് വൺ ഈസ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഇതിനകത്ത് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാ നമ്മൾ പറഞ്ഞു? വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? വി ഹാവ് ടു ചെക്ക് വെദർ ദ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ that we had obtained from these methods are optimal or not. അതായത് ഈ മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത നമ്മുടെ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണോ അല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്നു. ഇഫ് നോട്ട് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ കറക്റ്റ് ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കിട്ടിയ സൊല്യൂഷൻ ഒപ്റ്റിമൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇനി അഥവാ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെന്ത് ചെയ്യുന്നു? ആ കിട്ടിയ ബേസിക് ഫീസിബിൾ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനെ ഒപ്റ്റിമൽ സൊല്യൂഷനായിട്ട് എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് 4 സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞത് എവിടെ? ട്രാൻസ്പോർട്ടേഷൻ അൽഗോരിതത്തിനകത്ത്. അപ്പോൾ അത് 2 സ്റ്റെപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ട്രാൻസ്പോർട്ടേഷൻ ടേബിളിനെ അനലൈസ് ചെയ്യാൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. കൂടാതെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ഉപയോഗിച്ച് എപ്രകാരം ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ച്? ഏതർ ബൈ നോർത്ത് വെസ്റ്റ് കോർണറോ ഓർ ബൈ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ഓർ ബൈ മീൻസ് ഓഫ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് അല്ലേ? ഇനി നമ്മൾ ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കിട്ടിയ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്നു. ഒപ്റ്റിമൽ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഈ 2 പ്രോസസ്സിനും വേണ്ടി, അതായത് നമുക്ക് കിട്ടിയ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനെ ഒപ്റ്റിമൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഒപ്റ്റിമൽ അല്ല എന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ല എന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്തിട്ട് ഒപ്റ്റിമൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനായിട്ട് മാറ്റി ചെയ്യുന്ന ആ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് സാധാരണ 2 മെത്തേഡ്സ് ഉപയോഗിച്ചാണ്. ആൻഡ് ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഓർ മോഡി മെത്തേഡ്. ദാറ്റ് മെത്തേഡ് ആ മെത്തേഡാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. It's also called as, in short, we can call it as MODI method. ഈ മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൻ്റെ മറ്റ് 2 പേരുകളാണ് UV മെത്തേഡ് ഓർ മെത്തേഡ് ഓഫ് മൾട്ടിപ്ലയേഴ്സ്. ഈ മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിനെ നമ്മൾ UV മെത്തേഡ് നമ്മൾ വിളിക്കും. കാരണം U എന്നും V എന്നും പറയുന്നത് യുവിൻ്റെയും വിയുടെയും 2 ആൽഫബറ്റ്സ് ഉപയോഗിച്ചുള്ള ടേംസ് നമ്മൾ ഈ മെത്തേഡിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് UV മെത്തേഡ്. ആൻഡ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലയേഴ്സ് നമ്മൾ വിളിക്കും. കാരണം നമുക്ക് കിട്ടിയ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല എന്നുണ്ടെങ്കിൽ അത് ഏതോ ഒരു പെർട്ടിക്കുലർ നമ്പറിൻ്റെ മൾട്ടിപ്ലയർ ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒപ്റ്റിമൽ സൊല്യൂഷനായിട്ട് മാറ്റാൻ പറ്റും. അതായത് നമുക്ക് കിട്ടിയ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്തല്ല എന്നുണ്ടെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് ഈ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് എ പെർട്ടിക്കുലർ വാല്യൂവിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ശരിക്കും എന്ന് പറയുന്നത് ഈ ഈ കിട്ടിയ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ്റെ ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ആ മൾട്ടിപ്ലൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡും കൂടാണ് ഇത് മോഡി മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലയേഴ്സ്. നമ്മൾ ഈ സെഷനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോഡി മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് എന്ത് ചെയ്യുന്നു? ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ ചെക്ക് ചെയ്യും, വെരിഫൈ ചെയ്യും. ഇനി അഥവാ ആ കിട്ടിയ സൊല്യൂഷൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പോകുന്നു? ഒപ്റ്റിമൽ ആക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ലെറ്റ്സ് കൺസിഡർ ദ പ്രോബ്ലം. നമ്മൾ കഴിഞ്ഞ 3 സെക്ഷനുകളിലും കൺസിഡർ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്. സെയിം പ്രോബ്ലം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ കാരണം
നമുക്ക് ഓൾറെഡി എന്താണ് ഈ പ്രോബ്ലം ചെയ്ത് നമുക്ക് എന്തുണ്ട് പരിചയമുണ്ട്, ഫെമിലിയർ ആണ് ഈ പ്രോബ്ലം. സോ ഇതേ പ്രോബ്ലം എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യാനും കൂടെ ഞാൻ യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് സോൾവ് ദ ഫോളോയിങ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഈ തന്നിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് എന്ത് ചെയ്യും, നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോൾവ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താ ആദ്യം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ അനലൈസ് ചെയ്യുന്നു, അതിനുശേഷം ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ കാൽക്കുലേറ്റ് ചെയ്ത ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഒപ്റ്റിമൽ വി ഹാവ് ടു മോഡിഫൈ ദ ആൻസർ ഇൻ ടു an ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഈ 4 പ്രോസസ് എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ടേഷൻ അൽഗോരിതം മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാരി ഔട്ട് ചെയ്യുന്നതാണ് എന്താ പറയുന്നത്, സോൾവിങ് ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ പറയുന്നത്. സോ അതിന് വേണ്ട എന്താ ഫസ്റ്റ് സ്റ്റെപ്പ്, ട്രാൻസ്പോർട്ടേഷൻ ടേബിളിനെ അനലൈസ് ചെയ്യാന്നുള്ള പ്രോസസ്സ് നമുക്കറിയാം അല്ലേ. എങ്ങനെ അനലൈസ് ചെയ്യുന്നത്, ഈ തന്നിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ടേബിളിനെ സംബന്ധിച്ച് ഇവിടെ 4 ഫാക്ടറീസും 3 വെയർ ഹൗസസുമാണ് ഉള്ളത് അല്ലേ. ആ ഓരോ ഫാക്ടറികളുടെയും സപ്ലൈ എമൗണ്ട് ആണ് തന്നിരിക്കുന്നത് 5, 8, 7 and 14. ഓരോ വെയർ ഹൗസിലേക്കും വേണ്ട റിക്വയർമെൻറ്റ് അഥവാ ഡിമാൻഡാണ് കൊടുത്തിരിക്കുന്നത് 7, 9 and 18. ഈ ഓരോ ഫാക്ടറിയിൽ നിന്നും ഓരോ വെയർ ഹൗസിലേക്കും പോകുമ്പോഴുള്ള കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ടേബിളിനകത്ത് ഓരോ സെല്ലിലും നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൻ്റെ അനാലിസിസ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, വി ഹാവ് ടു ഫൈൻഡ് ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഈ തന്നിട്ട് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ഉപയോഗിച്ച് നമ്മൾ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഈ പ്രോബ്ലത്തിൻ്റെ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. ഏതൊക്കെയാണ്, നോർത്ത് വെസ്റ്റ് കോർണർ റൂള്, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ആൻഡ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഈ 3 മെത്തേഡ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണ്. ഏറ്റവും മിനിമം കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ തരുന്ന ഏതാണ്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണ്. സോ നമുക്ക് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഫീസിബിൾ സൊല്യൂഷൻ, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ എന്തായിട്ട് എടുത്തു, ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തു. സോ അത്തരം പ്രൊസീജിയർ നമ്മൾ ഓൾറെഡി എന്താണ് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചേക്കുകയാണ് അല്ലേ. സോ ആ ഒരു ബൈ വോഗൽസ് അപ്രോക്സ്. അപ്പോൾ ആൻസർ തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മൾ എന്ത് അനലൈസ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, ബൈ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ദ ഇനീഷ്യൽ സൊല്യൂഷൻ ഇസ് ഒബ്റ്റെയിൻഡ് ആസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇനീഷ്യൽ സൊല്യൂഷൻ നമ്മൾ എഴുതി അല്ലേ. ഇത് നമുക്ക് എന്താ നോക്കേണ്ടത്, ഈ തന്നിട്ടുള്ള ഈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ അല്ലയോ എന്നുള്ളതാണ്. അതായത് നമുക്ക് വേണ്ടുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒപ്റ്റിമൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എ ടെസ്റ്റ് ഫോർ ഒപ്റ്റിമാലിറ്റി. ടെസ്റ്റ് ഫോർ ഒപ്റ്റിമാലിറ്റി ആണ് ഏത്, മോഡി ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മോഡി മെത്തേഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത്, ഇവിടെ 4 ഫാക്ടറീസ് 1, 2, 3 and 4. 4 factories are there and 3 warehouses 1, 2 and 3. 3 warehouseകളും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സൊല്യൂഷൻ കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്, ശരിക്കും ഫസ്റ്റ് ഫാക്ടറിയിൽ നിന്നും ഫസ്റ്റ് വെയർഹൗസിലേക്ക് 5 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്ട്സിന് എനിക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ട് ചെയ്യാം അറ്റ് എ കോസ്റ്റ് ഓഫ് 2 rupees per unit. ദെൻ സെക്കൻഡ് ഫാക്ടറിയിൽ നിന്നും സെക്കൻഡ് വെയർഹൗസിലേക്ക് 8 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റിനെ എനിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം അറ്റ് എ കോസ്റ്റ് ഓഫ് 1 rupees per unit. തേർഡ് ഫാക്ടറിയിൽ നിന്നും സെക്കൻഡ് വെയർഹൗസിലേക്ക് എനിക്ക് 7 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം അറ്റ് എ കോസ്റ്റ് ഓഫ് 4 units per unit. എഗെയിൻ ഫോർത്ത് ഫാക്ടറിയിൽ നിന്നും ഫസ്റ്റ് വെയർഹൗസിലേക്ക് 2 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റിനെ എനിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം അറ്റ് എ കോസ്റ്റ് ഓഫ് 1 rupees per unit. ആൻഡ് ഇതേ ഫോർത്ത് ഫാക്ടറിയിൽ നിന്നും സെക്കൻഡ് വെയർഹൗസിലേക്ക് എനിക്ക് 2 യൂണിറ്റ് ഓഫ് പ്രൊഡക്ട്സിനെ എനിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം അറ്റ് എ കോസ്റ്റ് ഓഫ് 6 rupees per unit. ആൻഡ് ഇതേ ഫോർത്ത് ഫാക്ടറിയിൽ നിന്നും തേർഡ് വെയർഹൗസിലേക്ക് എനിക്ക് 10 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം അറ്റ് എ കോസ്റ്റ് ഓഫ് 2 rupees per unit. സോ ഇത്രയും പ്രോസസ്സ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഓരോ ഫാക്ടറിയിലും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ എന്ത് ചെയ്യും, അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം സപ്ലൈ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ വെയർ ഹൗസസിലേക്കും ഡിമാൻഡുള്ള റിക്വയർഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം എന്ത് ചെയ്യും, ഡിമാൻഡ് അനുസരിച്ച് കൊടുക്കാൻ പറ്റുകയും ചെയ്യും അല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ ടോട്ടൽ ഈ ഫസ്റ്റ് ഫാക്ടറി എത്ര യൂണിറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു, 5 യൂണിറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ആ 5 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു, സപ്ലൈ ചെയ്തു അല്ലേ. സെക്കൻഡ് ഫാക്ടറി 8 യൂണിറ്റ്സ് അവൈലബിൾ ഉണ്ട്, 8 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു, സപ്ലൈ ചെയ്തു.
തേർഡ് ഫാക്ടറിയിൽ 7 യൂണിറ്റ്സ് അവൈലബിൾ ആയിരുന്നു. 7 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു? സപ്ലൈ ചെയ്തു. നമ്മൾ അലോക്കേഷൻ സബ്സെല്ലിനകത്തുള്ള അലോക്കേഷൻസും ഈ തന്നിട്ടുള്ള വാല്യൂസും സെയിം ആണോ, അതായത് സമ്മും സബ്സെൽ അലോക്കേഷൻ്റെ സമ്മും ആ തന്നിട്ടുള്ള വാല്യൂസും സെയിം ആണോ എന്ന് നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഫോർത്ത് ഫാക്ടറിയിൽ 14 യൂണിറ്റ്സ് എന്തായിരുന്നു? അവൈലബിൾ ആയിരുന്നു. ഹിയർ 2 + 2 4 + 10 14 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എഗെയിൻ തിരിച്ച് ഡിമാൻഡിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് വെയർ ഹൗസിൽ 7 യൂണിറ്റ്സ് ആയിരുന്നു ഡിമാൻഡ് അല്ലേ. ഫസ്റ്റ് വെയർ ഹൗസ് നമ്മൾ സപ്ലൈ ചെയ്ത് എത്രയാണ്? 5 + 2 7 യൂണിറ്റ്സ് നമ്മൾ സപ്ലൈ ചെയ്തു. അഗെയിൻ സെക്കൻഡ് വെയർ ഹൗസിൽ 9 യൂണിറ്റ്സ് ആയിരുന്നു അവർ ഡിമാൻഡ് ചെയ്തിരുന്നത്. എത്ര സപ്ലൈ ചെയ്യാൻ പറ്റി? 7 + 2 9 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു? സപ്ലൈ ചെയ്തു. അഗെയിൻ തേർഡ് ഫാക്ടറിയിൽ 18 യൂണിറ്റ്സ് ആയിരുന്നു ഡിമാൻഡ് ചെയ്തിരുന്നത്. ആൻഡ് വി ക്യാൻ സപ്ലൈ 8 + 10 18 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു? സപ്ലൈ ചെയ്തു. സോ ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സപ്ലൈയും ഡിമാൻഡും ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനെ സംബന്ധിച്ച് അവിടുത്തെ സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ ആണ്. ബാലൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തെ സംബന്ധിച്ച് എന്താ നമുക്ക് പറയാം? ആ തന്നിരിക്കുന്ന സപ്ലൈകളെല്ലാം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വിറ്റ് തീർക്കാനായിട്ട് ആ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാം തന്നെ സപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയോ? ഡിമാൻഡ് ആവശ്യമുള്ള റിക്വയർഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാം തന്നെ സപ്ലൈ ചെയ്യാനായിട്ട് പറ്റി. ഇത്രയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഇത് സപ്ലൈ ചെയ്തത് നമ്മൾ പറഞ്ഞു അതിൻ്റെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. അതിൻ്റെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എത്ര കിട്ടിയത്? 2 × 5 + 1 × 8 + 4 × 7 + 1 × 2 + 6 × 2 + 2 × 10 എത്ര നമുക്ക് കിട്ടി? It can be calculated as 80 rupees. 80 rupees ആണ് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 80 rupees അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ പറഞ്ഞു. ഇത്രയും സപ്ലൈയും ഇത് കറസ്പോണ്ടിങ് ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്തുപയോഗിച്ച്? വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കിട്ടിയ മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയാണെന്ന് കിട്ടി? 80 rupees ആണ് നമുക്ക് കിട്ടി അല്ലേ. ഇനി ഈ 80 rupees എന്ന് പറയുന്നതാണോ ഈ ഒരു പ്രോബ്ലത്തെ സംബന്ധിച്ച് ഏറ്റവും മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്? 80 rupees തന്നെ അല്ലെങ്കിൽ ഇതിലും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ കറസ്പോണ്ടിങ് ഫാക്ടറീസിൽ നിന്നും ഇതേ വെയർ ഹൗസിലേക്ക് നമുക്ക് പ്രൊഡക്ട്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുമോ? അതാണ് നമ്മൾ എവിടെ ചെക്ക് ചെയ്യുന്നത്? ചെക്ക് ഫോർ ഒപ്റ്റിമാലിറ്റി, ടെസ്റ്റ് ഫോർ ഒപ്റ്റിമാലിറ്റി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മോഡി മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ജസ്റ്റ് ഒന്ന് കാണുക എങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ടെസ്റ്റ് ഫോർ ഒപ്റ്റിമാലിറ്റി. നമ്മൾ ഏത് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്? മോഡി മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ അലോക്കേറ്റഡ് ആയിട്ടുള്ള സെൽസ് അഥവാ ഒക്യുപ്പൈഡ് സെൽസിന് നമ്മൾ കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ അതിന് മുമ്പ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ മോഡി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെന്നും വിളിക്കും? UV മെത്തേഡ് എന്നും വിളിക്കും അല്ലേ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന UV മെത്തേഡ് യുവിൻ്റെയും വിയുടെയും പ്രസൻസ് ഇവിടെ വരുന്ന എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ഫാക്ടറീസിൻ്റെ വെയർ ഹൗസിൻ്റെ നമ്പേഴ്സ് നമുക്കിവിടെ ആവശ്യമില്ല. സോ അതിനെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഒന്ന് റബ് ചെയ്യുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ടെസ്റ്റ് ഫോർ ഒപ്റ്റിമാലിറ്റി എൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇവിടുത്തെ റോകളെയെല്ലാം ഞാൻ ഒരു പേര് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് റോ ഈസ് U1, second row is U2, third row is U3, fourth row is U4. Again കോളത്തിനെല്ലാം ഞാൻ പേര് കൊടുക്കുന്നു. ഫസ്റ്റ് റോ ഈസ് V1, സെക്കൻഡ് റോ ഈസ് V2, തേർഡ് റോ ഈസ് V3. സോ യുവിൻ്റെയും വിയുടെയും രണ്ട് ആൽഫബറ്റ്സുകളുടെ സഫിക്സുകളായിട്ട് ഞാൻ എന്തിനെ എഴുതി? ഈ ഓരോ റോയെയും കോളത്തിനെ ഞാൻ എന്ത് ചെയ്തു? നെയിം ചെയ്തു. ഇനി അതാണ് എന്തിൻ്റെ മോഡി മെത്തേഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. കിട്ടിയ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ്റെ റോകളെയെല്ലാം യു എന്ന ആൽഫബറ്റിൻ്റെ സഫിക്സ് ആയിട്ട് ഞാൻ നെയിം ചെയ്തു. സിമിലർലി കോളങ്ങളെയെല്ലാം വി എന്ന് പറയുന്ന ആൽഫബറ്റിൻ്റെ സഫിക്സ് ആയിട്ട് ഞാൻ നെയിം ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നത് ടെസ്റ്റ് ഫോർ ഒപ്റ്റിമാലിറ്റി അതായത് മോഡി മെത്തേഡ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഒക്യുപ്പൈഡ് സെൽസ് അഥവാ സബ്സെൽസ് ഉള്ള സെല്ലുകളെ മാത്രം ഞാൻ കൺസിഡർ ചെയ്യുന്നു. സബ്സെൽസ് ഉള്ള സെല്ലുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ ഇൻറ്റർസെക്ട് ചെയ്യുന്ന സെൽ, ദാറ്റ് ഈസ് 2 എന്ന് പറയുന്ന വാല്യൂ കോസ്റ്റ് ഉള്ള സെല്ല്. ആ സെല്ലിനെ സംബന്ധിച്ചാൽ ഞാൻ പേര് കൊടുക്കുകയാണെങ്കിൽ റോ വൈസ് കോളം വൈസ് ഞാൻ പേര് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ബിലോങ്സ് ടു 2 എന്ന് പറയുന്ന ഈ സെല്ല്. ദിസ് സെൽ ബിലോങ്സ് ടു ദ ഫസ്റ്റ് റോ U1 ആൻഡ് ദ ഫസ്റ്റ് കോളം V1. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഇൻറ്റർസെക്ട് ചെയ്യുന്ന സെല്ലാണ് എന്ന് പറയുന്നത് ഈ 2 എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷനുള്ള 5 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ട്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഈ സെല്ല് അല്ലേ. സിമിലർലി ഈ സെല്ല്
ഏതാണ് 1 എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ 1 rupees ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉള്ള 8 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ട്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഈ സെല്ലിനെ സംബന്ധിച്ച് ഈ സെൽ എന്ന് പറയുന്നത് ഏതൊക്കെ റോയുടെയും കോളത്തിന് ഇന്റർസെക്ഷൻ ആണ്? സെക്കൻഡ് റോ U2ന്റെയും തേർഡ് കോളം V3യുടെയും ഇന്റർസെക്ഷൻ ആണ് അല്ലേ? സിമിലർലി ഈ ഒരു സെല്ലിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് ഇന്റർസെക്ഷൻ ഓഫ് U3 തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം V2. ഇനി ഈ ഒരു സെല്ലിനെ സംബന്ധിച്ച് ആ സെല്ലിൻ്റെ ഇന്റർസെക്ഷൻ ഓഫ് ഫോർത്ത് റോ ആൻഡ് ഫസ്റ്റ് കോളം ആൻഡ് ഹിയർ ഇറ്റ് ഈസ് U4 ആൻഡ് V2 ആൻഡ് ദിസ് സെൽ ഇസ് ഇന്റർസെക്ഷൻ ഓഫ് U4 ആൻഡ് V3 അല്ലേ? ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓക്യുപ്പൈഡ് സെൽസിനെ എല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം അവയുടെ റോസിനെയും കോളംസിൻ്റെയും നെയിമിൽ റോസിനെയും കോളത്തിനും റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അവയെ നെയിം ചെയ്തു. ഞാൻ ചെയ്യുന്നത് ഈ ഓരോ സെല്ലിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഫസ്റ്റ് സെൽ U1 V1 U1 plus V1 is equal to അവിടുത്തെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ 2 എന്ന് ഞാൻ എടുക്കും. അതാണ് മെത്തേഡ് എന്ന് പറയും. അതായത് U1ന്റെ വാല്യൂ V1ന്റെ വാല്യൂയും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 2 കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു. സിമിലർലി അടുത്ത കേസിൽ U2 plus V3 is equal to the cost of transportation 1. Next one is U3 plus V2 is equal to 4. Again U4 plus V1 is equal to 1. U4 plus V2 is equal to 6. Again last one U4 plus V3 is equal to 2. അപ്പോൾ എന്ത് ചെയ്തു? ആ റോയുടെയും യുവിൻ്റെയും വിയുടെയും ബേസിസിൽ ഞാൻ ഓരോ സെല്ലിനെയും നെയിം ചെയ്തു. ആ യുവും വിയും കൂടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള യുവും വിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് അവിടുത്തെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കിട്ടുമെന്നുള്ള രീതിയിൽ ഒരു അസംഷൻ നടത്തിയിട്ട് അവിടെ എന്ത് ചെയ്തു? അതിനെ ഞാനൊരു ഇക്വേഷനായിട്ട് ഫോം ചെയ്യും. സോ നമുക്ക് ടോട്ടൽ ഇവിടെ 6 ഇക്വേഷൻസ് നമുക്ക് കിട്ടി അല്ലേ? കാരണം ഇവിടുത്തെ നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് സെൽസ് എത്ര ആയിരുന്നു? 6 ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ 6 ഇക്വേഷൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 6 ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? സോൾവ് ചെയ്തതിന് ശേഷം U1 U2 U3 U4 ആൻഡ് V1 V2 V3 എന്നിവിടെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇത് ടോട്ടൽ ഇവിടെ 6 ഇക്വേഷൻസ് ഉണ്ട്. 6 ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? ഒന്നിന് പുറകെ ഒന്നായിട്ട് ഞാൻ സോൾവ് ചെയ്തതിന് ശേഷം യുടെ വാല്യൂസിനെയും വികളുടെ വാല്യൂസിനെയും എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. ഈ ചെയ്യുന്ന എല്ലാം എന്തിൻ്റെ കേസിലാണ്? ഒക്യുപ്പൈഡ് സെൽസിൻ്റെ കേസ്, അഥവാ സബ് സെൽസ് ഉള്ള സെൽസിൻ്റെ കേസിലാണ് ഞാൻ ചെയ്യുന്നത്. പ്രൊസീജിയറെല്ലാം ഞാൻ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഈ വാല്യൂസിനെ യുകളുടെയും വികളുടെയും വാല്യൂസിനെ കാൽക്കുലേറ്റ് ഞാൻ ചെയ്യുന്നത് ഇതിനകത്ത് റിപ്പീറ്റ് ആയിട്ട് വന്നേക്കുന്ന ടേംസ്, ഏറ്റവും മോസ്റ്റ് റിപ്പീറ്റഡ് ടേംസിനെ, റെപ്പിറ്റീഷൻ വന്നിട്ടുള്ള ടേമിനെ ഞാൻ എന്ത് ചെയ്യുന്നു? 0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈ ഇക്വേഷനെ സംബന്ധിച്ച് ഇവിടെ U4 എന്ന് പറയുന്ന ടേമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. U4 എന്ന് പറഞ്ഞ ടേം 3 ടൈംസ് എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീറ്റ് ചെയ്തു. മോസ്റ്റ് റിപ്പീറ്റഡ് ടേമിനെ എന്ത് ചെയ്യുന്നു? 0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. Therefore let U4 is equal to 0. U4 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? V1 is equal to 1 എന്ന് കിട്ടും. That is 0 plus V1 is equal to 1. Therefore V1 is equal to 1. Again ഈ ഇക്വേഷനിലും U4 0 ആണ്. Therefore 0 plus V2 is equal to 6. Therefore V2 is equal to 6. Again ലാസ്റ്റ് ഇക്വേഷൻ്റെ കേസിലും U4ന്റെ പ്രസൻസ് ഉണ്ട്. Therefore U4 plus V3 is equal to 2. That is 0 plus V3 is equal to 2. Therefore V3 is equal to 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ V1 V2 V3യുടെ വാല്യൂ കിട്ടി, U4ൻ്റെ വാല്യൂ കിട്ടി. ഇനി എന്തിൻ്റെയൊക്കെ വേണം? U1 U2 U3യുടെ വാല്യൂസ് വേണം. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് ഇക്വേഷനകത്ത് V1ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. therefore U1 plus V1ൻ്റെ വാല്യൂ എന്താ? 1 is equal to 2. therefore U1 is equal to 1. again സെക്കൻഡ് ഇക്വേഷനെ സംബന്ധിച്ച് U2 plus V3യുടെ വാല്യൂ എനിക്ക് അറിയാത്രയാണ് 2 is equal to 1. therefore U2 is equal to -1. Again the third equation case U3
പ്ലസ് V2ൻ്റെ വാല്യൂ എത്രയാണ് 6 ഈസ് ഈക്വൽ ടു 4. therefore U3 ഈസ് ഈക്വൽ ടു -2. therefore നമുക്ക് എന്തൊക്കെ കിട്ടി? U4ൻ്റെ വാല്യൂ 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് V1 ഈസ് ഈക്വൽ ടു 1, V2 ഈസ് ഈക്വൽ ടു 6, V3 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. എഗെയിൻ ആ വാല്യൂസ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ U1 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും, U2 ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും, U3 ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. സോ നമ്മൾ എന്താണ് ചെയ്തത്? നമുക്ക് കിട്ടിയ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനകത്ത് യുവിൻ്റെയും വിയുടെയും രണ്ട് ആൽഫബറ്റ്സിൻ്റെ ടേംസിൽ റോകളെയും കോളങ്ങളെയും നമ്മൾ എന്ത് ചെയ്തു? നെയിം ചെയ്തു. ആ നെയിമിങ്ങിൻ്റെ ബേസിസിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഇക്വേഷനായിട്ട് എഴുതി അല്ലേ? ഇക്വേഷനായിട്ട് എഴുതി ആ ഓരോ യുകളുടെ സഫിക്സിൻ്റെ U1, U2, U3, U4 ആൻഡ് V1, V2, V3 എന്നിവയുടെ വാല്യൂസിനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. എന്തിൻ്റെ കേസിലായത്? ഒക്യുപ്പൈഡ് സെൽസിൻ്റെ കേസുകളിലാണ്. സോ എവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തി? U1, U2, U3, U4 ആൻഡ് V1, V2, V3 എന്നിവയുടെ വാല്യൂസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ അൺഒക്യുപ്പൈഡ് സെൽസിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഒക്യുപ്പൈഡ് സെൽസിനെ ഞാൻ ഇവിടെ വെച്ച് ഒക്യുപ്പൈഡ് സെൽസിൻ്റെ കാര്യം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഒക്യുപ്പൈഡ് സെൽസ് ഉപയോഗിച്ച് ഞാൻ എന്തിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തു? By means of occupied cell, I calculated the value of U1 as 1, U2 as -1, U3 as -2 and U4 as 0. Again, V1 as 1, V2 as 6 and V3 as 2. അപ്പോൾ ഇത്രയും വാല്യൂസ് എന്തുപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തു? ഒക്യുപ്പൈഡ് സെൽസ് ഉപയോഗിച്ച് ഞാൻ, അഥവാ സബ് സെൽസ് ഉള്ള അലോക്കേഷൻ വന്നിട്ടുള്ള സെൽസ് ഉപയോഗിച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് അൺഒക്യുപ്പൈഡ് സെൽസിനാണ്. അതായത് ഇതുവരെ എന്ത് വന്നിട്ടില്ല, അതായത് സബ് സെൽസ് ഒന്നും വന്നിട്ടില്ലാത്ത സെൽസിനെ ഉപയോഗിച്ചാണ് ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഈ തന്നിട്ടുള്ള ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനിൽ അൺഒക്യുപ്പൈഡ് സെൽസ് ഏതൊക്കെയാണുള്ളത്? കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ 7 വരുന്ന സെല്ല്, 4 വരുന്ന സെല്ല്, 3 വരുന്ന സെല്ല്, എഗെയിൻ 3 വരുന്ന സെല്ല്, 5 വരുന്ന സെല്ല്, 7 വരുന്ന സെൽ. അപ്പോൾ ഇത്രയും സെൽസാണ് എന്താ ഇവിടുത്തെ അൺഒക്യുപ്പൈഡ് സെൽസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അൺഒക്യുപ്പൈഡ് സെൽസിനെയാണ് ഞാൻ ഇനി അടുത്തതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ അൺഒക്യുപ്പൈഡ് സെല്ലുകളെ മാത്രം ഉപയോഗിച്ച് എന്ത് വരയ്ക്കുന്നു? ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ഞാൻ വരയ്ക്കുന്നു. അതായത് അൺഒക്യുപ്പൈഡ് സെൽസിൻ്റെ മാത്രം കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എഴുതി എന്ത് വരയ്ക്കുന്നു? ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ഞാൻ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇത്രയും വാല്യൂസ് ആയിരുന്നു എന്ത് ഇവിടുത്തെ അൺഒക്യുപ്പൈഡ് സെൽസിലുള്ള വാല്യൂസ്. ബാക്കി എല്ലാ വാല്യൂസും എന്താണ്? ബാക്കി എല്ലാ സെൽസും എന്താണ്? ഒക്യുപ്പൈഡ് സെൽസ് ആണ്. therefore അവിടെ ഞാൻ ഇൻറ്റു മാർക്ക് കൊടുക്കുന്നു. ഈ തന്നിട്ടുള്ള ടേബിൾ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ടേബിളാണ്? കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ്റെ ടേബിളാണ് അല്ലെ? കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേബിളാണ് ഫോർ ഏത് സെൽസ്? അൺഒക്യുപ്പൈഡ് സെൽസ്. അലോക്കേഷൻസ് ഒന്നും വന്നിട്ടില്ലാത്ത അൺഒക്യുപ്പൈഡ് സെൽസിൻ്റെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേബിളാണ്. അപ്പോൾ ഈ ഒരു ടേബിളിനെ ഞാൻ CIJ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതായത് CIJ മീൻസ് ith റോയും jth കോളവും കൂടെ വരുന്ന സെല്ലുകളിലെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വരുന്ന സെൽസ്. ഇത് ഏത് സെല്ലുകളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? അൺഒക്യുപ്പൈഡ് സെൽസിനെയാണ്. അലൊക്കേഷൻസ് ഒന്നും വരാത്ത സെല്ലുകളെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേ അൺഒക്യുപ്പൈഡ് സെൽസിൻ്റെ UI പ്ലസ് VJ വാല്യൂ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇതേ സെല്ലുകളെ ഞാൻ കൺസിഡർ ചെയ്തതിന് ശേഷം, അതായത് ഇതേ ടേബിൾ ഞാൻ ഒന്നുകൂടെ വരയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ ഒക്യുപ്പൈഡ് സെൽസുകളുടെ സ്ഥാനത്ത് തന്നെ ഞാൻ എന്തിടുന്നു? ഇൻറ്റു മാർക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതെല്ലാം എന്താണ്? ഒക്യുപ്പൈഡ് സെൽസ് ആണ്. ഇനി അടുത്ത ടേബിൾ ഞാൻ വരയ്ക്കാൻ പോകുന്നത് UI പ്ലസ് VJ മൈനസ് അല്ല UI പ്ലസ് VJ വരുന്ന വാല്യൂസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഈ അൺഒക്യുപ്പൈഡ് സെൽസിൽ എഴുതാൻ പോകുന്നത് അത് വേറെ ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി എന്ത് കാൽക്കുലേറ്റ് വെച്ചിട്ടുണ്ട്? UIകളുടെയും VJകളുടെയും വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ?
അപ്പോൾ ഐയും ജെയും പ്രത്യേകിച്ചൊന്നുമില്ല, 1ഉം 2ഉം 3ഉം 4 ആ എന്താ നമ്പേഴ്സിന്റെ വേരിയേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. 1 2 3 4 നമ്പറിന്റെ വേരിയേഷൻ, സഫിക്സിന്റെ വേരിയേഷൻ കാണിക്കാൻ എന്ത് ഉപയോഗിക്കുന്നത്, ഐയും ജെയും നമ്മൾ യൂസ് ചെയ്യുന്നു. സോ നമ്മൾ ഓൾറെഡി u1 u2 u3 u4 ആൻഡ് v1 v2 v3 എന്നിവയുടെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ഓരോ സെല്ലുകളുടെയും ഈ ഫസ്റ്റ് സെൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഈ സെൽ, ഈ അൺഓക്യുപ്പൈഡ് സെൽ എന്ന് പറഞ്ഞാൽ u1 v2 എന്ന് പറയുന്ന റോ കോളത്തിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ സെല്ല് നമ്മൾ എഴുതേണ്ടത്, ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ, ഈ ഒരു ടേബിളിനെ സംബന്ധിച്ച് ഈ സെല്ല് നമ്മൾ എഴുതേണ്ട വാല്യൂ എന്താണ്, u1 പ്ലസ് v2. നമുക്ക് കിട്ടുന്ന വാല്യൂ എവിടെ എഴുതണം, ഈ കോളത്തിൽ നമ്മൾ, അല്ലെങ്കിൽ ഈ സെല്ലിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. therefore u1 1 plus v2 6, therefore the value is 7. നെക്സ്റ്റ് സെല്ലിനെ സംബന്ധിച്ച് അതെന്താണ്, u1ഉം v3യും കൂടെ ചേരുന്ന സെല്ലാണ് അല്ലേ. therefore ui plus v ചേരുമ്പോൾ u1 plus v3, that is 1 plus 2, that is 3. നെക്സ്റ്റ് അങ്ങനെ വരും, ഈ സെല്ലിനെ സംബന്ധിച്ച് u2 plus v1. u2 plus v1 is minus 1 plus 1, that is 0. Again next cell is u2 plus v2, that is 5. This cell is u3 plus v1, that is minus 1. Again the next cell is u3 plus v3, u3 v3 is 0. സോ ഇത്രയും വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു. നമ്മൾ ചെയ്തത് എന്താണ്, ഓക്യുപ്പൈഡ് സെൽസ് ഉപയോഗിച്ച് നമ്മൾ യു ഐകളുടെയും വി ജെകളുടെയും വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം അൺഓക്യുപ്പൈഡ് സെൽസിനെ കൺസിഡർ ചെയ്തിട്ട് ആ അൺഓക്യുപ്പൈഡ് സെൽസിലെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എഴുതി, ആ അൺഓക്യുപ്പൈഡ് സെൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു ഐ പ്ലസ് വി ജെകളുടെ വാല്യൂ എഴുതി. ഈ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡി ഐ ജെ എന്ന് പറയുന്ന ഒരു പുതിയ ട്രാൻസ്പോർട്ടേഷൻ മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കാൻ പോവുക. അതായത് ഇതേ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതേ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിലെ ഡി ഐ ജെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ സി ഐ ജെയിൽ നിന്നും എന്തിനെ മൈനസ് ചെയ്യുക, യു ഐ പ്ലസ് വി ജെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡി ഐ ജെയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഈ ഫസ്റ്റ് ടേബിളിൽ നിന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽസിലെ സെക്കൻഡ് ടേബിളിലെ വാല്യൂസിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും, ഡി ഐ ജെ കിട്ടും. ദാറ്റ് ഈസ് ഡി ഐ ജെ ഈസ് ഈക്വൽ ടു സി ഐ ജെ മൈനസ് യു ഐ പ്ലസ് വി ജെ. അതായത് ഇവിടെ എന്തിൻ്റെ കേസ് മാത്രം എടുത്താൽ മതി, അൺഓക്യുപ്പൈഡ് സെൽസിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. സോ ഓക്യുപ്പൈഡ് സെൽസിനെ എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. Again unoccupied cells നെ സംബന്ധിച്ച് the first cell becomes 7 minus 7, that is 0. Again 4 minus 3 is 1. Again 3 minus 0 is 3. Again 3 minus 5 is minus 2. Again 5 minus minus 1. നോർത്തോണേ, ഇവിടെ 5 ആണ് എന്താ ചെയ്യേണ്ടത്, മൈനസ് ആണ് ചെയ്യേണ്ടത്. എന്തിനെ, മൈനസ് 1. ഇപ്പോൾ 5 minus minus 1, that is 5 plus 1, which is 6. And again 7 minus 0, it is 7. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അൺഓക്യുപ്പൈഡ് സെൽസിനെ സംബന്ധിച്ചുള്ള ഡി ഐ ജെ വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ വരെ നമ്മൾ ചെയ്ത് നിർത്തി. സോ മോഡിയം മെത്തേഡ് നമ്മൾ ആദ്യ സ്റ്റെപ്പ് എന്താ ചെയ്തത്, ആദ്യം നമുക്ക് കിട്ടിയ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനകത്ത് യു ഐയുടെയും വി ജെകളുടെയും ടേംസിൽ നമ്മൾ എന്ത് എഴുതി, റോകളെയും കോളത്തിനെയും നെയിം ചെയ്തു. ആ ഓരോ റോകളുടെയും കോളത്തിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ എന്തുപയോഗിച്ച് ഇക്വേഷൻ ആക്കി എഴുതി, യു ഐകളെയും വി ജെകളെയും റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതി. അതിനുശേഷം ആ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഓരോ യു ഐകളുടെയും വി ജെകളുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. എന്തിൻ്റെ, ഓക്യുപ്പൈഡ് സെൽസിൻ്റെ. ഇനി അതോടെ ഓക്യുപ്പൈഡ് സെൽസിൻ്റെ കാര്യം ഇവിടെ വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു, അൺഓക്യുപ്പൈഡ് സെൽസിനെ കൺസിഡർ ചെയ്തു. ഈ അൺഓക്യുപ്പൈഡ് സെൽസിലെ 3 ഡിസ്റ്റിങ്ക്റ്റ് ടേബിൾസ് നമ്മൾ വരച്ചു. അൺഓക്യുപ്പൈഡ് സെൽസിൻ്റെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ, അൺഓക്യുപ്പൈഡ് സെൽസിൻ്റെ യു ഐ പ്ലസ് വി ജെയുടെ ടേബിൾ ആൻഡ് അൺഓക്യുപ്പൈഡ് സെൽസിൻ്റെ ഡി ഐ ജെയുടെ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി ഈ ഡി ഐ ജെയുടെ ടേബിൾ അല്ലെങ്കിൽ ടേബിൾ വാല്യൂസ് ആണ് ആക്ച്വലി നമ്മളുടെ ഒപ്റ്റിമാലിറ്റിയെ
ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഡെൽറ്റ ജെയുടെ വാല്യൂ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, അവിടുത്തെ സിംപ്ലക്സ് ടേബിൾ സിംപ്ലക്സ് പ്രൊസീജിയർ വൈൻഡപ്പ് ചെയ്യണോ വേണ്ടയോ, ആ കിട്ടിയ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു പറഞ്ഞു. സിമിലർലി മോഡി മെത്തേഡിനകത്തും DIJയുടെ വാല്യൂസ് ആണ് എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അവിടുത്തെ ഒപ്റ്റിമാലിറ്റി കണ്ടീഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ DIJയുടെ വാല്യൂസ് 3 തരത്തിൽ വരാം. All the values of DIJ can be greater than 0, all the values of DIJ can be equal to 0, or the values of DIJ can be less than 0. അതായത് DIJയുടെ വാല്യൂസ് എന്ത് ചെയ്യാം, 0യേക്കാൾ വലുതാകാം, അല്ലെങ്കിൽ DIJയുടെ വാല്യൂസ് 0 ആകാം, അല്ലെങ്കിൽ DIJയുടെ വാല്യൂസ് ലെസ് ദാൻ 0 ആകാം അല്ലേ. അപ്പോൾ DIJയുടെ വാല്യൂസ് എല്ലാം DIJ എന്ന് പറയുന്ന ഈ കറസ്പോണ്ടിങ് ടേബിളിൻ്റെ വാല്യൂസ് എല്ലാം തന്നെ greater than 0 ആണെങ്കിൽ we can say that the optimal, so the initial basic feasible solution that we have obtained from any of the methods is the optimal solution. നമുക്ക് കിട്ടിയ മോഡി മെത്തേഡ് അനുസരിച്ച് നമുക്ക് കിട്ടിയ DIJയുടെ ടേബിളിനകത്ത് എല്ലാ വാല്യൂസും പോസിറ്റീവ് വാല്യൂസ് ആണെങ്കിൽ നമുക്ക് പറയാം നമുക്ക് കിട്ടിയ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ ആ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ്റെ ചെക്കിങ് നടന്നപ്പോൾ DIJയുടെ വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആണ്. therefore the initial basic feasible solution is the optimal solution എന്ന് നമുക്ക് പറയാം. ഇനി ഈ കിട്ടിയ DIJ ടേബിളിൽ വാല്യൂസ് 0 ആണെങ്കിൽ, DIJയുടെ വാല്യൂസ് 0 ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം ആ കിട്ടിയ സൊല്യൂഷനെ സംബന്ധിച്ച് ആ സൊല്യൂഷൻ എന്തുണ്ട്, ആ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഒരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അഥവാ മൾട്ടിപ്പിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കിട്ടിയ സൊല്യൂഷൻ നമുക്ക് ബേസിക് ആയിട്ട് കിട്ടിയ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ അല്ലാതെ മറ്റൊരു സൊല്യൂഷൻ്റെയും കൂടെ പോസിബിലിറ്റി എവിടെ ഉണ്ട്, ആ തന്നിട്ടുള്ള ക്വസ്റ്റിന് അതാ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ, അതായത് ആ റൂട്ട് അല്ലാതെ, ആ ട്രാൻസ്പോർട്ടേഷൻ റൂട്ട് അല്ലാതെ മറ്റൊരു റൂട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും വിത്ത് ദിസ് സെയിം മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ആൻഡ് if DIJ ലെസ് ദാൻ 0, DIJ ടേബിളിനകത്ത് കിട്ടുന്ന വാല്യൂസ് 0യേക്കാൾ ചെറുതാണെങ്കിൽ, if it is less than 0 we can say that the solution is not optimal. ആ DIJയുടെ വാല്യൂസ് ഏതെങ്കിലും ഒരു വാല്യൂ എങ്കിലും ലെസ് ദാൻ 0 ആണെങ്കിൽ we can say that ആ സൊല്യൂഷൻ എന്തല്ല, ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ, അതായത് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആയിട്ട് കിട്ടിയ നമ്മളുടെ സൊല്യൂഷൻ എന്തല്ല, ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല എന്നുള്ളത് നമുക്ക് പറയാം. സോ ഈ കേസിൽ DIJയുടെ വാല്യൂ എന്തല്ല, DIJയുടെ വാല്യൂസ് എല്ലാം തന്നെ പോസിറ്റീവ് അല്ല, 0യും അല്ല. അവിടെ എന്തിന്റെ പ്രസൻസ് വരുന്നു, ഈ U2 V2 എന്ന് പറയുന്ന സെല്ലിൽ U2 V2 എന്ന് പറഞ്ഞ സെല്ലിനെ സംബന്ധിച്ച് അവിടെ DIJയുടെ വാല്യൂ എന്ത് വന്നു, നെഗറ്റീവ് വന്നു. സോ therefore നെഗറ്റീവ് വാല്യൂവിന്റെ പ്രസൻസ് കൊണ്ട് we can say that the given optimal solution, the obtained optimal solution is not, so the obtained initial basic feasible solution is not an optimal solution. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് കിട്ടിയ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്തല്ല, ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല എന്നുള്ള കൺക്ലൂഷനിൽ നമ്മൾ മോഡി മെത്തേഡ് ഉപയോഗിച്ച് എത്തി. ഇനി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കിട്ടിയ സൊല്യൂഷനെ എങ്ങനെ മോഡിഫൈ ചെയ്തൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ആക്കി മാറ്റാം, ആ പ്രൊസീജിയറിനെ പറ്റിയാണ് നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത്.